ആയില്യം 27 നക്ഷത്രങ്ങളിൽ 9ാമത്തെ നക്ഷത്രമാണ്. ഇത് കർക്കടക രാശിയിലെ 16 ഡിഗ്രം 40 മുതൽ 30 വരെയാണ് ഇതിൻ്റെ സ്ഥാനം. അധിദേവത നാഗദേവതകൾ, ചിഹ്നം പാമ്പ്, ഗണം രാക്ഷസഗണം. അസാമാന്യമായ ധൈര്യം, എന്തും നേടിയെടുക്കാനുള്ള അഹം, സാമർഥ്യം, വാക്ചാതുര്യം, എഴുതാനുള്ള കഴിവ്, ഭാഗ്യമുള്ളവർ, പണമുണ്ടാക്കാൻ കഴിവുള്ളവർ, ഭക്ഷണപ്രിയർ. മറ്റുള്ളവർ പറയുന്നതിൽ മാത്രം വിശ്വസിക്കാതെ പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള കഴിവുണ്ടാകുമെന്ന് വേദജ്യോതിഷം പറയുന്നു. അസാധാരണമായ നിരീക്ഷണ ശക്തി, ചെറിയ സൂചനകൾ പോലും ശ്രദ്ധിച്ച് ആളുകളെയും സാഹചര്യങ്ങളെയും മനസ്സിലാക്കാനുള്ള പ്രത്യേക കഴിവ് ആയില്യത്തിനുണ്ട്. രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന സ്വഭാവം, സ്വന്തം കാര്യങ്ങൾ എല്ലാവരോടും തുറന്നു പറയാത്തവരും. ജീവിതത്തിലെ വലിയ പരിവർത്തനങ്ങൾ, പാമ്പ് പഴയ തൊലി ഉപേക്ഷിക്കുന്നത് പോലെ ജീവിതത്തിൽ പഴയ ഘട്ടങ്ങളെ വിട്ട് പുതിയ ഘട്ടങ്ങളിലേക്ക് കടക്കുന്നതിൻ്റെ പ്രതീകമായി ആയില്യത്തെ കാണുന്നു. ഗൂഢവിദ്യകളോടുള്ള താൽപ്പര്യം, ജ്യോതിഷം, മന്ത്രശാസ്ത്രം, തന്ത്രം, ആത്മീയത, മനഃശാസ്ത്രം തുടങ്ങിയ ആഴത്തിലുള്ള വിഷയങ്ങളിലേക്ക് ആകർഷണമുണ്ടാകുമെന്നാണ് വേദജ്യോതിഷം പറയുന്നത്. ആയില്യത്തിൽ ജനിച്ചവർക്ക് സർപ്പത്തിൻ്റെ നോട്ടമുണ്ടെന്നാണ് പഴമൊഴി. ഒരാളെ നോക്കിയാൽ തുളച്ചു കയറുന്ന തരത്തിലുള്ള നോട്ടം ഇവരുടെ പ്രത്യേകതയാണ്. പേരിൻ്റെ അർത്ഥം തന്നെ അപൂർവമാണ്. ആശ്ലേഷ എന്ന സംസ്കൃത പദത്തിന് ആലിംഗനം ചെയ്യുന്നവൻ അല്ലെങ്കിൽ ചുറ്റിപ്പിടിക്കുന്നവൻ എന്നാണ് അർത്ഥം. ചിഹ്നം ചുരുണ്ടുകിടക്കുന്ന സർപ്പം, അധിപൻ. ഇത് കുണ്ടലിനി ശക്തിയുടെ നക്ഷത്രം കൂടിയാണ്. സർപ്പം ചുരുണ്ടുകിടക്കുന്നത് പോലെ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തി. അതുകൊണ്ട് തന്നെ ആയില്യക്കാർക്ക് തന്ത്രം, മന്ത്രം, സൈക്കോളജി, റിസർച്ച്, മെഡിസിൻ, ജ്യോതിഷം എന്നിവയിൽ സ്വാഭാവികമായ കഴിവുണ്ടാകും. ആയില്യത്തിന് സർപ്പദോഷമുണ്ടെന്ന് കണക്കാക്കും. മണ്ണാറശാല, വെട്ടിക്കോട്, പാമ്പുമേക്കാട്ട് തുടങ്ങിയ നാഗക്ഷേത്രങ്ങളിൽ നൂറും പാലും. നെഗറ്റീവ് വശങ്ങൾ: അമിത സംശയം, കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കൽ, മറ്റുള്ളവരുടെ ഉദ്ദേശങ്ങളെ അധികം വിശകലനം ചെയ്യുക, ചിലപ്പോൾ പ്രതികാര മനോഭാവം, ബന്ധങ്ങളിൽ പൊസസീവ്നെസ് ഉണ്ടാകാനുള്ള സാധ്യത. അനുയോജ്യ മേഖലകൾ: ഗവേഷണം, മനഃശാസ്ത്രം, മെഡിക്കൽ മേഖല, ജ്യോതിഷം, നിയമം, അന്വേഷണ മേഖല, IT, സൈബർ മേഖല, എഴുത്തും വിശകലനവും. ഈ നക്ഷത്രം സർപ്പശക്തിയും നിഗൂഢജ്ഞാനവും നൽകുന്ന നക്ഷത്രമായാണ് കണക്കാക്കുന്നത്. കുണ്ടലിനി ശക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആഴത്തിലുള്ള ഉൾക്കാഴ്ചയും ജ്ഞാനവും ഇവർക്കുണ്ടാകും. ജ്യോതിഷ സേവനങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടുക. 9846559937. 10ാം ക്ലാസ്സിനും +2-ന് ശേഷമുള്ള തീരുമാനങ്ങൾ വളരെ പ്രധാനമാണ്. ഏത് കോഴ്സാണ് എടുക്കേണ്ടത്? ജാതകം പരിശോധിച്ച് നമുക്ക് തീരുമാനിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. പറയുന്നത് ശരിയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഭൂമിയിലെ വേലിയേറ്റവും വേലിയിറക്കവും, ഋതുഭേദങ്ങൾ എന്നിവ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ മനുഷ്യ ശരീരത്തിലും മനസ്സിലും ഇവയ്ക്ക് പരോക്ഷമായ സ്വാധീനമുണ്ടെന്ന് ജ്യോതിഷം വിശ്വസിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ താളം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു. മനുഷ്യൻ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ്. പ്രപഞ്ചത്തിലെ ചലനങ്ങൾ ജീവിതത്തെ ബാധിക്കുന്നു. ഇതാണ് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം.